നമ്മൾ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഓരോരുത്തരുടെയും പേരും നക്ഷത്രവും പറഞ്ഞാണ് നമ്മൾ വഴിപാട് നടത്താറുള്ളത്. അർച്ചനയാവാം, നിവേദ്യാദി വഴിപാടുകളാകാം, പൂജയായിട്ടാകാം, അങ്ങനെ പലതരത്തിൽ. അങ്ങനെ നടത്തിയ പ്രസാദം നമ്മൾ ഏറ്റുവാങ്ങി ആ പ്രസാദം നമ്മൾ തൊടുന്നതോടുകൂടിയോ അല്ലെങ്കിൽ പായസമാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതോടുകൂടിയോ അതിൻ്റെ ഫലം പൂർണ്ണമായും നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വാങ്ങുന്ന പ്രസാദം നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളായിട്ടുള്ളവരോ അതുമല്ലെങ്കിൽ പോകുന്ന വഴിക്ക് സുഹൃത്തുക്കളായിട്ടുള്ളവരാരെങ്കിലും കാണുകയാണെങ്കിൽ അവരും ചിലപ്പോൾ വാങ്ങി ഈ പ്രസാദം നെറ്റിയിൽ തൊടുകയോ അല്ലെങ്കിൽ നിവേദ്യം കഴിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതിന് ഒരു ദോഷവുമില്ല. കാരണം ഒരാളുടെ പെരുന്നാളിൽ അയാൾ ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ആ വഴിപാട് മറ്റുള്ളവർക്ക് കൂടി അതിനൊരു ഭാഗം നൽകുന്നു എന്നതിൽ ഒരു തെറ്റും ഉണ്ടാകുന്നില്ല. നിർമാല്യം ശിരസിധാര്യം ദേവത ഉച്ഛിഷ്ട ഭോജിനെ ദത്വാഭുഞ്ചിത നൈവേദ്യമേതം നിത്യാർച്ചന സ്മിതമെന്നാണ്. അതായത് ഭഗവാന് ചാർത്തിയിരുന്ന ആ പൂവും പ്രസാദവും ഒക്കെ നിർമാല്യമായി